ഈ കുഞ്ഞു പികിരിനെ കൊണ്ട് ഞാനൊന്ന് കുർബാനയ്ക്ക് പോയതാട്ടോ. ഏതാച്ചാ കുർബാന ചെല്ലിയെന്ന് കാണാനുള്ളൊരവസരം പോലും അവൻ എനിക്ക് തന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ബാൻഡുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബാൻഡുകൾ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഒരു സാധനം പോയില്ലേ? ആ, അത് തന്നെ. ന്യൂ ഇയർ റെസൊല്യൂഷനെ 2026 ആയില്ലേ, ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് നന്നാവാൻ തീരുമാനിച്ചു. എൻ്റെ കൂടെ നന്നാവാൻ തീരുമാനിച്ച് വേറൊരാളാണ് ആ വണ്ടിയിലിരിക്കുന്നത്, ജിസ്ന. നമ്മുടെ ജിസ്ന മോളാണ് എൻ്റെ വർക്കൗട്ട് പാർട്ട്ണർ. അപ്പോൾ അവളും ഞാനും കൂടെ അങ്ങ് പോവുകയാണ്. കാരണം നന്നാവണ്ടേ, പുതിയ വർഷമല്ലേ, നന്നായാണ് ഇരിക്കണത്, ഒന്ന് ചുങ്ങണ്ടേ, പുതിയ വർഷമല്ലേ. അപ്പോൾ കാർമൽ ഗ്രൗണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം വീടിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലം അതാണ്. അപ്പോൾ അങ്ങോട്ട് പോയി നമ്മൾ നടത്തവും ഓട്ടവും കാര്യങ്ങളും സ്ട്രെച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്ട്രെച്ചിങ്ങിനെ കുറിച്ചുള്ള ഘോരഘോരമായ പ്രസംഗങ്ങളാണ് ഞാൻ ജിസ്നയ്ക്ക് കൊടുക്കുന്നത്. പക്ഷെ അവളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വർക്കൗട്ടിന് ചെറുതായിട്ട് എക്സസൈസും കാര്യങ്ങളും അതിനൊക്കെ വേണ്ടി കിടന്നു. അങ്ങനെ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ ഇവൾക്ക് ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പഠിപ്പൊന്നുമല്ല നടക്കുന്നത്, അവിടെ നടക്കുന്ന വീഡിയോഗ്രാഫിയാണ്. എൻ്റെ പേഴ്സണൽ വീഡിയോഗ്രാഫർ ആക്കിയാലോ അവളേന്ന് വരെ ഞാൻ ചിന്തിച്ചു. പിന്നെ റെസൊല്യൂഷൻ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എത്ര നാൾ പോവും. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മളൊക്കെ നല്ല കുട്ടികളല്ലേ, അവസാനം വരെ ഇങ്ങനെ തന്നെ പോട്ടെ. അതൊക്കെ കഴിഞ്ഞ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും, ഇപ്പോഴും സ്ട്രെച്ചിങ്ങിനെ പറ്റി ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ കൂട്ടുമായിട്ടൊക്കെ നിൽക്കുകയാണ്. ആ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ, കഴിയും, ഇപ്പോൾ കഴിയും കേട്ടോ. ഭയങ്കര സ്ട്രെച്ചിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, സ്ട്രെച്ചിങ്ങിൻ്റെ ഒരു വില മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ വർക്കൗട്ട് ചെയ്ത് ചാവണം. അപ്പോൾ നമ്മൾ അറിയാണ്ട് സ്ട്രെച്ച് ചെയ്ത് പോകും. അതൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേനും ഇവൾ എന്നെ വീട്ടിലൊക്കെ കൊണ്ടാക്കി. ഇവൾ ബൈ ബൈ പറഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വാതിൽ തുറന്നപ്പോഴത്തേനും എന്നെ വെയിറ്റ് ചെയ്ത് ഷെയ്ഡ് ബേബി ഇരിക്കുന്നുണ്ടായിരുന്നു. 5 മിനിറ്റ് എന്നെ കണ്ടില്ലെങ്കിൽ എന്തോ 5 വർഷം എന്നെ കണ്ടില്ലാത്ത പോലെയുള്ള ഉള്ള പരാക്രമമായിരിക്കും എൻ്റെ ഷെയ്ഡ് ബേബിക്ക്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എൻ്റെ മൊട്ടേനെ മമ്മി കുളിപ്പിച്ച് സെറ്റാക്കി എല്ലാം സെറ്റ് സായാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. Rain, rain, come again. Che. Rain, rain, go away. Come again another day. Little Tommy wants to play. Rain, rain, go away. Rain, rain, go away. Come again another day. Little Tommy wants to play. Rain, rain, go away. ഞാനാരുട്ടാപ്പി കുട്ടിച്ചാത്തല്ലുട്ടാപ്പി, കടുവകളും എന്നെ കണ്ടാൽ പേടിക്കും.